രാജ്യത്തെ ആണവശക്തി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നീക്കം നടത്തുകയാണെന്ന് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ ആണവ മേഖല വിപുലീകരിക്കാനും 2010 സിവിൽ ന്യൂക്ലിയർ ലയബിലിറ്റി ഡാമേജ് ആക്ട് ഭേദഗതി ചെയ്യാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിൽ ചെറിയ ഭേദഗതി വരുത്തിയാൽ ആണവശക്തി വളരുമോ? അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ശക്തമാകുമോ? പരിശോധിക്കാം. 1984 ഭോപ്പാൽ ദുരന്തത്തിന്റെ വെളിച്ചത്തിലാണ് 2010 സിവിൽ ന്യൂക്ലിയർ ലയബിലിറ്റി ഡാമേജ് ആക്ട് രൂപീകരിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ ഉണ്ടായ മഹാദുരന്തത്തിൽ $470 മില്യൺ നഷ്ടപരിഹാരമായി വാങ്ങിയെടുത്തിരുന്നു. ആ സംഭവത്തിന് പിന്നാലെ റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ അവമതിപ്പ് ഉണ്ടായി. പിന്നീട് ഇന്ത്യയിൽ സിവിൽ ന്യൂക്ലിയർ ലയബിലിറ്റി ഡാമേജ് ആക്ട് രൂപീകരിച്ചപ്പോൾ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ടാക്കി. അതായത് ആണവ നിലയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വവും നഷ്ടപരിഹാര ബാധ്യതയും ആണവ നിലയത്തിലേക്ക് ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികൾ ഏറ്റെടുക്കണം. ഇതോടെ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കോ, വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക്കോ തുടങ്ങിയ കമ്പനികളൊക്കെ ഇന്ത്യൻ ആണവ നിലയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ഈ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലെ വ്യാപാരങ്ങളും മുറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാർ പുതിയ നീക്കങ്ങളുമായി എത്തുന്നത്. സിവിൽ ന്യൂക്ലിയർ ലയബിലിറ്റി ഡാമേജ് ആക്ടിലെ ബാധ്യതയെക്കുറിച്ചുള്ള പോർഷനിലാണ് ഭേദഗതി വരുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം അപകടങ്ങൾ ഉണ്ടായാലുള്ള ബാധ്യത ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ഒഴിവാക്കി നടത്തിപ്പുകാരിലേക്ക് മാറ്റാനാണ് നീക്കം. ഈ ഭേദഗതി നിയമമായാൽ വിദേശ കമ്പനികൾക്ക് നഷ്ടപരിഹാരത്തിന്റെ റിസ്ക് ഇല്ലാതെ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിടാം. ഇപ്പോൾ വിട്ടുനിൽക്കുന്ന അമേരിക്കൻ കമ്പനികളെ ഇന്ത്യയിലെത്തിക്കാം. 2030 അമേരിക്കയുമായുള്ള വ്യാപാര കരാർ $500 ബില്യൺ ആക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഈ നീക്കം ഉപകാരപ്പെടുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂടാതെ രാജ്യത്തിന്റെ ആണവോർജ്ജ നിർമ്മാണം 12 ഇരട്ടി വർദ്ധിപ്പിച്ച് 2047 100 ജിഗാവാട്ട്സിലേക്ക് എത്തിക്കാനുമാണ് പദ്ധതി. വരുന്ന ജൂലൈയിൽ തുടങ്ങുന്ന പാർലമെന്റ് മൺസൂൺ സെഷനിൽ ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്രം ഏത് ബില്ലും സുഖമായി പാസാക്കുന്ന ഈ സമയത്ത് ഈ ഭേദഗതിയും നിയമമാകും. ചെറിയ ആണവ കേന്ദ്രങ്ങൾക്ക് നിലവിൽ 58 മില്യനാണ് പരമാവധി നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പുതിയ ഭേദഗതിയിലൂടെ കുറച്ചേക്കും. വമ്പൻ ആണവ കേന്ദ്രങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന 175 മില്യൺ നഷ്ടപരിഹാര പരിധിക്ക് മാറ്റമുണ്ടായേക്കില്ലെന്നും റോയിട്ടേഴ്സ് പറയുന്നുണ്ട്.